നിങ്ങളേവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ടീച്ചർ കരുതുന്നു. 10th ഫിസിക്സാണ് നമ്മളിന്നിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 10th ഫിസിക്സിന് 2 ഭാഗങ്ങളുണ്ട്. പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുതിയുടെ പ്രവാഹ ഫലങ്ങൾ. 2 ഓൺലൈൻ ക്ലാസ് നിങ്ങൾ വിക്ടേഴ്സ് ചാനലിൽ കണ്ടു. ആദ്യത്തെ ക്ലാസ്സിൽ വൈദ്യുതിയുടെ പ്രവാഹ ഫലം, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. സീ ദ വീഡിയോ. വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ മാനവ പുരോഗതിയുടെ അസംഖ്യം അടയാളങ്ങൾ ഇതൾ വിരിയുന്നത് കാണാം. മനുഷ്യ സമൂഹം കൈവരിച്ച നേട്ടങ്ങളുടെ എത്രയെത്ര ദൃശ്യങ്ങൾ. എന്നാൽ ഈ നേട്ടങ്ങളെല്ലാം സാധ്യമായതിനു പിന്നിൽ ചാലകമായി വർത്തിച്ച പ്രധാനപ്പെട്ട ഘടകമാണ് ഊർജ്ജരൂപങ്ങൾ. ഊർജ്ജത്തിന്റെ വൈവിധ്യമാർന്ന ഉപയോഗങ്ങളാണ് ആധുനിക മനുഷ്യ സമൂഹത്തിന്റെ ഇതുവരെയുള്ള വളർച്ചകൾക്ക് കാരണമായത്. നിരവധി ഊർജ്ജരൂപങ്ങളുണ്ടെങ്കിലും അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈദ്യുതിയാണ് എന്ന് നിസ്സംശയം പറയാം. നമുക്ക് ചുറ്റും വൈദ്യുതോർജ്ജത്തിന്റെ കരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? വാഹനങ്ങളുടെ ലൈറ്റുകൾ പ്രകാശിക്കണമെങ്കിൽ വൈദ്യുതി വേണം. ഇവിടെ വാഹനത്തിന്റെ എൻജിൻ പ്രവർത്തിക്കുമ്പോൾ ഒരു ചെറിയ ജനറേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി സ്റ്റോറേജ് ബാറ്ററി വഴി സംഭരിച്ചാണ് ഉപയോഗിക്കുന്നത്. വാഹനത്തിന്റെ ലൈറ്റുകൾ മാത്രമല്ല, ഹോണും AC-യും മ്യൂസിക് സിസ്റ്റവുമെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് വൈദ്യുതിയാണ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ പ്രവർത്തിക്കണമെങ്കിലും വൈദ്യുതി വേണം. ഫോണിലെ ബാറ്ററിയിൽ നിന്ന് പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് പ്രവർത്തനം സാധ്യമാക്കുന്നത്. മൊബൈൽ ടവറുകൾ പ്രവർത്തിക്കണമെങ്കിലും വൈദ്യുതി വേണം. TV പ്രവർത്തിക്കുന്നത് വൈദ്യുതി കൊണ്ടല്ലേ? നമുക്ക് ദൃശ്യങ്ങൾ പകർത്തി നൽകണമെങ്കിൽ ക്യാമറ വേണം, അല്ലേ? ആകട്ടെ, ക്യാമറകൾ പ്രവർത്തിക്കുന്നതും ഏത് ഊർജ്ജരൂപം ഉപയോഗിച്ചാണ്? വൈദ്യുതി. ക്യാമറകളിലെ ബാറ്ററിയിൽ രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറി അവയെ പ്രവർത്തിപ്പിക്കുന്നു. നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജും മിക്സിയും മറ്റ് നിരവധി ഉപകരണങ്ങളും വൈദ്യുതി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്, അല്ലേ? ഇവിടെയെല്ലാം ഒരു പൊതുവായ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വൈദ്യുതിയെ മറ്റു പലവിധ രൂപങ്ങളിലേക്കും അനായാസേന മാറ്റാൻ കഴിയും എന്ന കാര്യം. ഇതുതന്നെയാണ് വൈദ്യുതോർജ്ജത്തിന്റെ ഏറ്റവും വലിയ മേന്മയും. ഹീറ്റ്, മെക്കാനിക്കൽ എഫക്റ്റ്, മാഗ്നറ്റിക് എഫക്റ്റ് ആൻഡ് കെമിക്കൽ എഫക്റ്റ്. ഇന്നിവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ്. നെയിം some devices we used electric energy to heat energy. Can you name some devices? Yes. Iron box, ഇസ്തിരിപ്പെട്ടി, electric heater, hair dryer, soldering iron. അല്ലേ? ഇതൊക്കെ നമ്മൾ അറിയാവുന്ന ചില ഉപകരണങ്ങളാണ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഹീറ്റ് എനർജിയാക്കി മാറ്റുന്ന ഇത്തരം ഉപകരണങ്ങളെ വൈദ്യുത താപന ഉപകരണങ്ങളെന്നാണ് പറയുന്നത്, ഹീറ്റിംഗ് അപ്ലയൻസസ്. ഓക്കെ, അപ്പോൾ അത്തരം ഉപകരണങ്ങളിൽ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നത്? അതിനൊരു സർക്യൂട്ട് ഡയഗ്രാം നിങ്ങളുടെ ചാപ്റ്ററിൽ തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. പേജ് 9 ഫിഗർ 1.1, 9ാമത്തെ പേജിൽ ചിത്രം 1.1 ഒരു നിക്രോം വയറിനെ 6 വോൾട്ട് സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഹൗ ഡസ് നിക്രോം വയർ ബിക്കം റെഡ് ഹോട്ട് വൈൽ പാസിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ ദി സർക്യൂട്ട്? ഈ നിക്രോം വയർ എങ്ങനെയാണ് ചുവന്ന് ചുട്ടുപഴുത്തിരിക്കുന്നത് കറണ്ട് കടന്നു പോകുമ്പോൾ? അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാവുന്ന ഒരു നിയമമുണ്ട്. ഏതാണ്?
ഊർജ സംരക്ഷണ നിയമം, ലോ കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അല്ലേ? ഊർജത്തെ നമുക്ക് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും. നമുക്ക് പുതുതായിട്ട് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. നിക്രോമിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അത് താപമായിട്ട് മാറുകയാണ് ചെയ്തത്. എത്ര കറണ്ടാണോ കടന്നു പോകുന്നത് അത്രയും വൈദ്യുതോർജ്ജമാണ് താപോർജ്ജമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിക്രോം വയർ ചുട്ടുപഴുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം. നിക്രോം വയറിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത് വെറുതെ അങ്ങ് കടന്നു പോകുന്നല്ലോ. അതിനെ ഏതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ചെമ്പ് കമ്പി ഉപയോഗിച്ചാണ് 6 വോൾട്ട് സെല്ലുമായി കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ചെമ്പ് കോപ്പർ വയറിലൂടെ വൈദ്യുതി കടന്നു പോയപ്പോൾ എന്തുകൊണ്ട് കോപ്പർ വയർ ചൂടായില്ല? അപ്പം കറണ്ട് കടന്നു പോയപ്പോൾ ഇവിടെ നിക്രോം കമ്പി ചൂടായി. എങ്ങനെ? ഇതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. കറണ്ടിൻ്റെ ഒഴുക്ക്, വൈദ്യുതിയുടെ ഒഴുക്ക് ഒഴുകണമെങ്കിൽ വൈദ്യുതിയുടെ അളവിൽ ഒരു ഭാഗത്തും മറ്റൊരു ഭാഗവും തമ്മിൽ വ്യത്യാസമുണ്ടാകണം. എങ്കിൽ മാത്രമേ വൈദ്യുതി ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഒഴുകുകയുള്ളൂ. നമുക്കറിയാവുന്ന 1-2 ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു നോക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് വെള്ളം ഒഴുകണം. വെള്ളം ഒഴുകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്ങനെ? ഉയർന്ന നിരപ്പിൽ നിന്നും താഴ്ന്ന നിരപ്പിലേക്ക് മാത്രമേ ജലം ഒഴുകാറുള്ളൂ. വാട്ടർ ഫ്ലോ ഫ്രം ഹയർ ലെവൽ ടു ലോവർ ലെവൽ. അതുപോലെ മറ്റൊരു ഉദാഹരണം എടുക്കാം. കാറ്റ്, വിൻഡ് ഫ്ലോ. എപ്പോഴാണ് കാറ്റ് അടിക്കുന്നത്? എവിടെ നിന്ന് എങ്ങോട്ടാണ്? മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും, വായുവിൻ്റെ മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക്, ഹയർ പ്രഷർ ലെവൽ ടു ലോവർ പ്രഷർ ലെവൽ. അതേപോലെ മറ്റൊരു കാര്യം നമ്മുടെ ജീവിതത്തിലെടുത്താൽ താപം ഒഴുകുന്നത് എങ്ങനെയാണ്? ഫ്രം ഹോട്ടർ റീജിയൻ ടു കോൾഡർ റീജിയൻ. ചൂട് കൂടിയ ഭാഗത്തു നിന്നും ചൂട് കുറഞ്ഞ ഭാഗത്തേക്കാണ് താപം ഒഴുകുന്നത്. അതായത് ഒഴുക്ക്, പ്രവാഹം നടക്കണമെങ്കിൽ അവിടെ ഒരു ഊർജ വ്യത്യാസമുണ്ടാകണം. ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിസിറ്റി, that energy difference is called potential difference. We called as potential difference. Potential difference measured by using a device called voltmeter. Next figure given in the text, figure 1.2, same page, page number 9 ഒരു പിക്ചറും കൂടെ തന്നിട്ടുണ്ട്. ചിത്രം 1.2. അവിടെ നേരത്തെ കൊടുത്തിരിക്കുന്ന നിക്രോം വയറിന് സമാന്തരമായി പാരലായിട്ട് ഒരു വോൾട്ട്മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ആ ചിത്രത്തിൽ മറ്റൊരു ഉപകരണം കൊടുത്തിരിക്കുന്നത് അമ്മീറ്ററാണ്. അപ്പം വോൾട്ട്മീറ്ററിനെ സൂചിപ്പിക്കുന്നത് നമുക്ക് ഇങ്ങനെ വോൾട്ട്മീറ്ററിനെ സൂചിപ്പിക്കാം. അമ്മീറ്ററിനെ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ രൂപത്തിലാണ് അമ്മീറ്ററിനെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വോൾട്ട്മീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ. ഇൻ ദിസ് പിക്ചർ ദ കണ്ടക്ടർ ഗിവൺ ആസ് നിക്രോം വയർ. നിക്രോം വയർ ഈസ് ഡിനോട്ടഡ് ആസ് ദി ലെറ്റർ R. R is a resistor. അതായത് പ്രതിരോധം. അപ്പോൾ V is voltmeter, A is ammeter, R റെസിസ്റ്റർ, അതായത് പ്രതിരോധം. അപ്പോൾ അവിടെ കുറച്ച് ഫിസിക്സ് വാക്ക് സാങ്കേതികമായിട്ട് തന്നിട്ടുണ്ട്. ഇത് ചില കുട്ടികൾക്ക് ഫിഗർ കാണുമ്പോൾ ആ ഭാഗം വായിക്കുമ്പോൾ ലേശം ബുദ്ധിമുട്ട് തോന്നും. അതാണ് ടീച്ചർ ആ പദങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞത്. ഒരു സർക്യൂട്ടിൽ
കണ്ട ചാലകത്തിൻ്റെ അഗ്രങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനാണ് വോൾട്ട്മീറ്റർ ഉപയോഗിക്കുന്നത്. ആ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് അളക്കാനാണ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത്. ആ ചാലകത്തിൻ്റെ പ്രതിരോധമാണ് റെസിസ്റ്റർ. എന്താണ് പ്രതിരോധം? ഒരു ചാലകത്തിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആ കറണ്ടിനെ തടസ്സപ്പെടുത്താനുള്ള ഒരു കഴിവ്, ഒപ്പോസ് ചെയ്യുന്നു കറണ്ടിനെ. ആ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രതിരോധം എന്ന് പറയുന്നത്. അങ്ങനെ കറണ്ടിനെ തടസ്സപ്പെടുത്തുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറും. അത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ മിക്ക സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതാണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അമ്മീറ്റർ ഉപയോഗിക്കുന്നത് സർക്യൂട്ടിലെ കറണ്ട് അളക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മീറ്റർ ഷോസ് 1 ആംപിയർ കറണ്ട് ത്രൂ ദി സർക്യൂട്ട്. 1 ആംപിയർ കറണ്ട്. ആംപിയർ മീൻസ് യൂണിറ്റ് ഓഫ് കറണ്ട്. അപ്പോൾ ഒരു 4 വാക്കുകൾ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ടീച്ചർ ഒന്നും കൂടി പറയാം. വോൾട്ട്മീറ്റർ, അമ്മീറ്റർ, റെസിസ്റ്റർ, ആംപിയർ. ആംപിയർ ഈസ് ദ യൂണിറ്റ് ഓഫ് കറണ്ട്. നിങ്ങൾക്ക് പുസ്തകത്തിൽ തന്നിരിക്കുന്ന പിക്ചർ 1.2 അമ്മീറ്റർ കാണിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയറാണ്. 1 ആംപിയർ കറണ്ടാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്താണ് കറണ്ട് എന്ന് പറഞ്ഞാൽ? ഫ്ലോ ഓഫ് ചാർജ്. ഫ്ലോ ഓഫ് ചാർജ് അതായത് വൈദ്യുതിയുടെ ഒഴുക്ക്. വൈദ്യുതിയുടെ ഒഴുക്കായിട്ട് നമ്മൾ പറയുന്നത് എന്തിൻ്റെ ഒഴുക്കാണ്? ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ്. അപ്പോൾ ഇലക്ട്രോൺ ഒരു ഭാഗത്തു നിന്നും നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് വരയ്ക്കാം. ഇവിടെ തന്നിരിക്കുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ കറണ്ട് ഈ നിക്രോമിൻ്റെ ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്ക് ഒഴുകണമെങ്കിൽ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകണം. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാറ്ററി ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററിയാണ് ഇതിനാവശ്യമായ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നൽകുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഒഴുകുകയുള്ളൂ. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച വാക്കാണ് വിദ്യുത് ചാലക ബലം, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. വിദ്യുത് ചാലക ബലം അതായത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ വെള്ളം ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഒഴുകണമെങ്കിൽ ഒരു ലെവൽ ഡിഫറൻസ് ഉണ്ടാകണമെന്ന് പറയുന്നത് പോലെ കറണ്ട് ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഒഴുകണമെങ്കിൽ there is a potential difference. അതിനെയാണ് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അഥവാ വിദ്യുത് ചാലക ബലം എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ കറണ്ടിന് ഒഴുകാൻ സാധിക്കുകയുള്ളൂ. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ടീച്ചർ മറ്റൊരു ചിത്രവും കൂടെ കാണിക്കാം. ബി എന്ന പോയിന്റിൽ ഒരു ബോൾ ഇരിപ്പുണ്ട്. ഓ എയിൽ നിന്ന് ബിയിലേക്ക് ഈ പന്തിന് വളരെ ഈസി ആയിട്ട് സഞ്ചരിക്കാൻ കഴിയും അല്ലേ?
ബിക്കോസ് ദർ ഈസ് എ ഹൈറ്റ് ഡിഫറൻസ്. അതുകൂടാതെ പിന്നൊരു ബലവും കൂടെ ഉണ്ട്. ഏതാണ് ആ ഫോഴ്സ്? ഭൂഗുരുത്വ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അങ്ങനെ ഈസി ആയിട്ട് എയിൽ ബോൾ ഇരിക്കുകയാണെങ്കിൽ അതിന് ബിയിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ ബിയിൽ നിന്ന് ഈ ബോളിന് സിയിലേക്ക് അത്ര എളുപ്പത്തിൽ നീങ്ങുവാൻ സാധിക്കുമോ? ഇല്ല, അല്ലേ? എന്ത് വേണം? അപ്ലൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്, അല്ലേ? ഒന്ന് തള്ളുകയോ അല്ലെങ്കിൽ വലിക്കുകയോ ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ബോഡിയിൽ, ഒരു വസ്തുവിൽ നമ്മളൊരു തള്ളോ വലിവോ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ബലം, ഫോഴ്സ്. The pull and the push we applied to a body in order to move from one point to another point is called force. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ ഈ ബോഡി ഇവിടെ നിന്ന് ഇവിടേക്ക് മൂവ് ചെയ്യുകയുള്ളൂ. അപ്പം അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? The force applied to a body move from one point to another point in the direction of force. That process is called work done. അതായത് പ്രവൃത്തി എന്ന് ഭൗതിക ശാസ്ത്രത്തിൽ പറയും. എന്താണ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ? ബലപ്രയോഗ ദിശയിൽ ഒരു വസ്തു ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു പോയിന്റിൽ നിന്ന്, ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് സ്ഥാനാന്തരം സംഭവിക്കണം, ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കണം. അപ്പോഴവിടെ ഒരു പ്രവൃത്തി ചെയ്യപ്പെട്ടു എന്ന് പറയും. അത് നമ്മൾ ഇവിടെ ഈ സർക്യൂട്ട് ഡയഗ്രവുമായിട്ട് നമുക്ക് എങ്ങനെ ബന്ധിക്കാം? അപ്പോൾ നിക്രോം വയറിൻ്റെ ഒരു എൻഡിൽ നിന്നും മറ്റൊരു എൻഡിലേക്ക് ഒരു കൂളോം ചാർജ്, അതായത് ഇലക്ട്രോൺസ് സഞ്ചരിക്കണമെങ്കിൽ അവിടെ ഒരു പ്രവൃത്തി ചെയ്യപ്പെടണം. ഇവിടെ ചെയ്യപ്പെട്ട പ്രവൃത്തി 1 ജൂൾ ആണ്. ഇവിടെ ഒഴുകിയ ചാർജ് എന്ന് പറയുന്നത് 1 കൂളോം ആണ്. 1 കൂളോം. 1 joule of work is required to move 1 coulomb charge under 1 volt potential difference. 1 coulomb charge move from one point to another point. 1 joule work is done. Then the potential difference between the 2 points is 1 volt. If 2 volt is the potential difference for 1 coulomb charge, 2 വോൾട്ടാണ് ഒരു കൂളോം ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒഴുകുന്നതിന് വേണ്ടി വരുന്നതെങ്കിൽ അപ്പോൾ അവിടെ ചെയ്യപ്പെടുന്ന പ്രവൃത്തി എത്രയായിരിക്കും? 2 ജൂൾ ആയിരിക്കും. ഫോർ 3 volt is the potential difference when 1 coulomb charge flow from one point to another point. ഒരു കൂളോം ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒഴുകാൻ 3 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വേണ്ടി വരുന്നതെങ്കിൽ അപ്പോൾ അവിടെ ചെയ്യപ്പെടുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് 3 ജൂൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെ 4 വോൾട്ട്, 5 വോൾട്ട്, 6 വോൾട്ട്, അങ്ങനെ നമുക്ക് എത്ര വോൾട്ട് വേണമെങ്കിലും പറയാം. അതിനനുസരിച്ച് ഒരു കൂളോം ചാർജിന് ചെയ്യേണ്ടി വരുന്ന പ്രവൃത്തിയുടെ അളവ് എന്ത് സ്വാഭാവികമായിട്ട് കൂടും. വോൾട്ടിനെ റെപ്രസെൻറ്റഡ് ബൈ വി. സോ വി വോൾട്ട്, ഒരു കൂളോം ചാർജിന് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒഴുകുന്നതിന് വേണ്ടിയിട്ട് വി വോൾട്ട് ആണെങ്കിൽ അവിടെ ചെയ്യപ്പെടുന്ന പ്രവൃത്തി എത്രയായിരിക്കും? വി ജൂൾ ആയിരിക്കും. ബിക്കോസ് 1 കൂളോം ആണ് ചാർജ്, ഒരു കൂളോം ആയതുകൊണ്ട് വി പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ആ ചാർജിന് ഒഴുകുന്നതിന് വേണ്ടിയിട്ട് ചെയ്യപ്പെടേണ്ടി വരുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് വി ജൂൾ ആണ്. സോ വി ക്യാൻ റൈറ്റ് W is equal to വി ജൂൾ, അല്ലേ? അതുകൊണ്ടാണ് W = വി ജൂൾ എന്ന് വന്നിരിക്കുന്നത്. ഇതാണ് പലർക്കും ടെക്സ്റ്റിൽ സംശയത്തിന് ഇടം വരുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത്. ഞങ്ങൾ 9ൽ പഠിച്ചിരിക്കുന്നത് W is equal to F × S എന്നല്ലേ ടീച്ചർ?
പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ W = VJ എന്ന് പറഞ്ഞിരിക്കുന്നത്? ജെ എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്, പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ്. ഇവിടെ ജെ ഈ ഇക്വേഷനിൽ ഉപയോഗിച്ചാൽ ഇവിടെയും ജെ വരും, അത് നമ്മൾ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ഇനി വി വന്നത് എപ്പോഴാണ്? ഇവിടെ ഒരു ഫാക്ടറും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് കൂളോം ചാർജ്. ഹിയർ കൂളോം ഈസ് 1. 1 × V = V. സോ W = V. അതുകൊണ്ടാണ് W = V ജൂൾ എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു നിശ്ചിത ഡിസ്റ്റൻസിലേക്ക് അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമ്പോൾ ചെയ്യപ്പെട്ട ബലത്തിനെയാണ് നമ്മൾ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇലക്ട്രിക് ഡിവൈസസിൽ ചാർജ് ഒഴുകുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്ന ആശയം. അതുകൊണ്ടാണ് ഒരു കൂളോം ചാർജിന് V വോൾട്ട് ഉപയോഗിച്ചപ്പോൾ W = V ജൂൾ എന്ന് വന്നിരിക്കുന്നത്. ഇനി വോൾട്ട് V ആക്കിക്കൊണ്ട് നമുക്ക് ചാർജ് ഡിഫർ ചെയ്താൽ Wക്ക് എങ്ങനെ മാറ്റം വരുന്നതെന്ന് നോക്കാം. V വോൾട്ടിൽ 1 കൂളോം ആണെങ്കിൽ V ജൂൾ ആയിരിക്കും ചെയ്യപ്പെടുന്ന പ്രവൃത്തി. V വോൾട്ടിൽ 2 കൂളോം ആണ് അവിടെ ചെയ്യപ്പെടുന്ന ഒഴുകുന്ന ചാർജ് എങ്കിൽ അവിടെ ചെയ്യപ്പെടുന്ന പ്രവൃത്തി എത്രയായിരിക്കും? വർക്ക് ഡൺ 2V ജൂൾ ആയിരിക്കും. ഓക്കെ, വോൾട്ട് V ആയിക്കോട്ടെ, കൂളോം 3 കൂളോം ആകുന്നു. 3 കൂളോം ചാർജിന് V വോൾട്ടിൽ ഒഴുകുന്നതിന് വേണ്ടിയിട്ട് ചെയ്യപ്പെടുന്ന പ്രവൃത്തി 3 ജൂൾ ആയിരിക്കും, 3 ജൂൾ ആയിരിക്കും. അങ്ങനെ 4 കൂളോം 5 കൂളോം 6 കൂളോം എത്ര കൂളോം വേണമെങ്കിലും ആകാം. നമുക്കതിനെ Q കൂളോം എന്ന് പറയുന്നു. Q കൂളോം ചാർജ് V വോൾട്ട് പൊട്ടൻഷ്യൽ ഒഴുകുമ്പോൾ ചെയ്യപ്പെടുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് QV ജൂൾ ആയിരിക്കും. സോ W = Q × V ജൂൾ. അപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു ഇക്വേഷൻ W = QV ജൂൾ എങ്ങനെ വന്നെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിക്രോം സർക്യൂട്ടിലേക്ക് 6 വോൾട്ട് ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ 6 വോൾട്ട് ബാറ്ററിയാണ് അവിടെ ചെയ്യപ്പെട്ട വർക്ക് എന്ന് പറയുന്നത്, പ്രവൃത്തി ചെയ്യുന്നത്. മറ്റൊരു പോയിന്റ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് എന്താ? യൂണിറ്റ് സമയത്ത് ചെയ്യപ്പെടുന്ന പ്രവൃത്തിയെ നമുക്ക് എന്താ പറയാം? പവർ എന്ന് പറയാം. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് മറ്റൊരു കാര്യവുമായിട്ട് കമ്പൈൻ ചെയ്യാം. യൂണിറ്റ് സമയത്തിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയെ നമുക്ക് പവർ എന്ന് പറയാം. അപ്പോൾ പവറും Wയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കും? P = W/T. യൂണിറ്റ് സമയത്തിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയാണ് പവർ, ആ ഉപകരണത്തിൻ്റെ പവർ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെയ്യപ്പെടുന്ന വർക്ക് അവർക്ക് വലിയ പവറാണ് അല്ലേ? വലിയ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ വർക്കുമായി ചെയ്യപ്പെടുന്ന ജോലിയുമായിട്ട് ഉപയോഗിക്കുന്ന ടേമാണ് പവർ എന്ന് എല്ലാവർക്കും അറിയാം. ഒരു നിശ്ചിത സമയം കൊണ്ട് ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ അളവാണ് പവർ. അപ്പോൾ Wന് നമ്മൾ ഇപ്പോൾ നിക്രോം സർക്യൂട്ടിൽ നിന്നും QV എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. J യൂണിറ്റ് ആണ്, ജൂൾ. ഓർക്കുക, J ഇവിടെ എഴുതണമെന്ന് നിർബന്ധമില്ല, QV മതി. അപ്പം P എങ്ങനെ വരും? QV/T എന്ന് വരും. ഇവിടെ ഒരു ഡിവൈസ് ഉണ്ടായിരുന്നു നിക്രോം സർക്യൂട്ടിൽ, അമ്മീറ്റർ ഫോർ മെഷറിംഗ് ദി കറണ്ട് ത്രൂ ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ കറണ്ട് 1 ആംപിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് കറണ്ട് എന്ന് പറഞ്ഞാൽ? യൂണിറ്റ് സമയത്തിൽ ഒഴുകുന്ന ചാർജിൻ്റെ അളവാണ് കറണ്ട് എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ഇൻ 1 സെക്കൻഡ്. അപ്പം I = നമുക്ക് 90 പഠിച്ചതിൽ നിന്നും Q/T എന്ന് കിട്ടും. ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ഇൻ 1 സെക്കൻഡ്. യൂണിറ്റ് സമയത്തിൽ ഒഴികെ ചാർജിനെയാണ് I എന്ന് പറയുന്ന കറണ്ട്, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്. ഇതിൻ്റെ യൂണിറ്റാണ് ആംപിയർ. അപ്പോൾ Q/Tക്ക് പകരം P ഇക്വേഷനിൽ നമുക്ക് എന്ത് കൊടുക്കാം? IV എന്ന് കൊടുക്കാം. അപ്പോൾ Pക്ക് വന്ന മാറ്റം IV. P = IV അല്ലെങ്കിൽ VI എന്നും പറയാം. IV ശശിയല്ല കേട്ടോ, P = VI. ഇനി ഈ ഇക്വേഷനിൽ നിന്നും Wക്ക് നമുക്കൊരു സമവാക്യം ഉണ്ടാക്കാം. W = P × T. W = P × T ആണ്. അപ്പം T സമയം കൊണ്ട് ചെയ്യപ്പെടുന്ന പവർ നമുക്ക് എങ്ങനെ എഴുതാം?
സമം I ഇൻറ്റു V ഇൻറ്റു ടി എന്ന് നമുക്ക് എഴുതാം. ടി സമയം കൊണ്ട് ചെയ്യപ്പെടുന്ന പവർ എന്ന് പറയുന്നത് IVT. ഒന്നും കൂടെ നമുക്ക് അതിനെ ചുരുക്കി എന്തെഴുതാം? VIT. ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളെ സംബന്ധിച്ചിടത്തോളം നിശ്ചിത സമയം കൊണ്ട് ചെയ്യപ്പെടുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്, അത് താപനോപകരണങ്ങളാണെങ്കിൽ, ഹീറ്റിംഗ് ഡിവൈസസ് ആണെങ്കിൽ, ഹീറ്റിംഗ് കോയിലുകളിൽ അത് ഹീറ്റ് എനർജി ആയിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് നമുക്ക് വർക്ക് ഇതിന് പകരമായിട്ട് നമുക്ക് ഏത് ലെറ്റർ കൊടുക്കാം? എച്ച് കൊടുക്കാം. എച്ച് സമം VIT. ഇതാണ് ഗണിത മാത്തമെറ്റിക്കലി ഒരു സർക്യൂട്ടിലൂടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എത്രത്തോളം താപോർജ്ജം ഉണ്ടാകുന്ന ഹീറ്റ് എനർജി ആണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സർക്യൂട്ടിലൂടെ ഒഴുകിയ കറണ്ടിൻ്റെ അളവിനെയും അപ്പോൾ ആ അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും അവിടെ പ്രയോഗിക്കപ്പെട്ട വോൾട്ടും എത്ര സമയമാണ് കറണ്ട് ഒഴുകിയത്, അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഗുണനഫലമാണ് ഹീറ്റ് എച്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്തത് നിക്രോം കമ്പിയാണ്. നിക്രോം കമ്പിയിലൂടെ കറണ്ട് ഒഴുകിയത് ചെമ്പ് കമ്പിയിലൂടെയാണ്. എന്നിട്ട് നിക്രോം കമ്പി മാത്രമേ റെഡ് ഹോട്ട് ആയുള്ളൂ, ചെമ്പ് കമ്പിക്കൊന്നും സംഭവിച്ചതുമില്ല. വൈ? ഓൺലി നിക്രോം കമ്പി എലോൺ ബിക്കം റെഡ് ഹോട്ട്. വൈ? അതിന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കണ്ടേ? നോക്കാം നമുക്ക്. അതിന് നമുക്ക് കഴിഞ്ഞ വർഷത്തിലേക്ക് തന്നെ പോകാം. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ഓം നിയമം, ഓംസ് ലോ. ഓംസ് ലോയിൽ എന്താണ് പറയുന്നത്? V proportional to I. According to Ohm's law, V proportional to I. From this, V is equal to I into R. അപ്പോൾ വിക്ക് പകരം നമുക്ക് ഓം ലായിൽ നിന്നും IR എന്നൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ എന്താ? എച്ച് സമം VIT. ഇതിൽ വിക്ക് പകരം നമ്മൾ IR കൊടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷനിൽ എന്ത് മാറ്റം വരും? IR. നേരത്തെ ഉണ്ടായിരുന്ന IT. പുതിയൊരാളും കൂടെ ഇവിടെ പ്രവേശനം ചെയ്തു. ആരാണത്? R നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി. R എന്താണ്? റെസിസ്റ്റൻസ്. ആ നിക്രോമിൻ്റെ റെസിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. അപ്പം നിക്രോമിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് എനർജി, താപോർജ്ജം ആ നിക്രോമിൻ്റെ റെസിസ്റ്റൻസിനെ കൂടി ആശ്രയിക്കുന്നുണ്ട്. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ കൂടി ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ കോപ്പറിൻ്റെ പ്രതിരോധത്തിനേക്കാൾ കൂടുതലാണ് നിക്രോമിൻ്റെ പ്രതിരോധം. അതുകൊണ്ടാണ് കോപ്പറിലൂടെയും നിക്രോമിലൂടെയും സെയിം കറണ്ട് ഒഴുകുമ്പോൾ നിക്രോം മാത്രം റെഡ് ഹോട്ട് ആകാനുള്ള കാരണം നിക്രോമിൻ്റെ റെസിസ്റ്റൻസ് കോപ്പറിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് എങ്ങനെ മാറ്റം വരും? 2I ഉണ്ട്. അപ്പോൾ I² ഇൻറ്റു R ഇൻറ്റു T. എച്ച് സമം I² ഇൻറ്റു R ഇൻറ്റു T എന്ന ഫണ്ടമെൻ്റൽ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തുന്നു. അങ്ങനെ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു ഹീറ്റ് ഉണ്ടാകുമെന്നും ആ ഹീറ്റ് ആ കണ്ടക്ടറിൻ്റെ ചില ഘടകങ്ങളെ, ചില ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്ത ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. അദ്ദേഹം കണ്ടെത്തിയ ചില നിഗമനങ്ങളാണ് ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജം, ഹീറ്റ് എനർജി എന്ന് പറയുന്ന ഒഴുകുന്ന കറണ്ടിൻ്റെ എന്താണ് പവർ, അതിൻ്റെ ഇരട്ടി, അതിൻ്റെ ഗുണനഫലത്തിനും ആ കണ്ടക്ടറിൻ്റെ പ്രതിരോധത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കുമെന്ന് കണ്ടെത്തി. ഏത് ശാസ്ത്രജ്ഞനാണ്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. അതുകൊണ്ട് ആ നിയമത്തെ പറയുന്ന പേരാണ് ജൂൾസ് ലോ, അതായത് ജൂൾ നിയമം. എന്താണ് ജൂൾ നിയമം പറയുന്നത്? വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപോർജ്ജം വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിനും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. The amount of heat produced in a current carrying conductor is equal to the product of square of the intensity of the current
resistance of the conductor and the time the current flowing through the conductor. Okay, that law is called Joule's law. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കണം. നിങ്ങളുടെ പാഠഭാഗത്ത് ജൂൾ ലോ പറയുന്നുണ്ട്. ഇനി മറ്റൊരു പോയിന്റ് നമുക്കിവിടെ പറയാനുള്ളത് എന്താ? അപ്പം നിക്രോമിന് റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് നിക്രോമിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ ഹീറ്റ് എനർജി ഉണ്ടായി. ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് ഹീറ്റ് വൈൽ ഇലക്ട്രിസിറ്റി പാസിംഗ് ത്രൂ എ കണ്ടക്ടർ, ദാറ്റ് എഫക്റ്റ് ഈസ് കോൾഡ് ജൂൾ ഹീറ്റിംഗ്. Joule heating or ohmic heating. Okay, the process by which heat energy produced when current flowing through a conductor, that is called heat energy, Joule heating or ohmic heating. അപ്പോൾ 1-2 പോയിന്റുകൾ. അപ്പം നിങ്ങളുടെ ഈ ഭാഗത്ത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും വരുന്ന ഇക്വേഷൻ ഏതാണ്? എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഒരു എച്ച് സമം VIT. ഈ ഗണിതക്രിയകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട സമവാക്യമാണ് എച്ച് ഈസ് ഈക്വൽ ടു VIT. Mathematical equation for calculating heat energy when current passing through a definite potential difference in definite time, definite current ഒക്കെ തരുമ്പോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എച്ച് ഈസ് ഈക്വൽ ടു VIT. അപ്പം ഈ എച്ച് ഈസ് ഈക്വൽ ടു VIT എന്ന ഇക്വേഷനിലേക്ക് നമ്മൾ വന്നത് ഏത് വഴിയാണ്? W സമം V ജൂൾ, വീണ്ടും W സമം QV ജൂൾ, P സമം W by T, P സമം QV by T, then P സമം IV, P into T സമം I into P into T. P into T means W സമം IVT. Instead of W we write H is equal to IVT or VIT. ഇങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷനിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വന്ന ഈ വഴികൾ എല്ലാവരും ഒന്നും ഓർക്കണമെന്നില്ല. ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ വഴികളൊക്കെ അങ്ങ് മറക്കാം. ഇത് മാത്രം മനസ്സിൽ ഓർത്ത് വെക്കുക. ഇതാണ് നമുക്ക് പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ചില ആശയങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ചാപ്റ്ററിൽ ഈ വർഷം പ്രധാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത്. പിന്നെ മറ്റൊരു സമവാക്യം നമ്മൾ ഓം നിയമം ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചു? എച്ച് സമം I² RT. വിക്ക് IR കൊടുത്തപ്പോൾ എച്ച് സമം I² RT എന്ന് കണ്ടുപിടിച്ചു. മറ്റൊരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ മറക്കാം. ഓർക്കാൻ കഴിവുള്ളവർ ഇതൊക്കെ ഓർത്ത് വെക്കുക, അത്രയേ ഉള്ളൂ. ഏതായാലും പാഠഭാഗത്ത് ഇത് പരാമർശിക്കുന്നത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇത്രയും വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നത്. അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും ആരും ഇത് മനസ്സിൽ കരുതേണ്ട കാര്യമില്ല. ഇനി നമ്മൾ ഓം നിയമപ്രകാരം ഒരു ട്രയാങ്കിളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വി ഈ ഭാഗത്ത് ഐയും ആറും കൊടുക്കുന്നു. അപ്പോൾ V = I × R നമ്മളിവിടെ കൊടുത്തു. ഇനി I സമം V/R ഈ ഇക്വേഷനിൽ കൊടുത്താൽ ഇതിനെങ്ങനെ മാറ്റം വരും? H സമം V × Iക്ക് പകരം V/R × T എങ്ങനെ വരും? V × V, V² × T/R. Then another equation for calculating amount of heat. മറ്റൊരു ഗണിതവാക്യമാണ് താപം കണക്കാക്കാനുള്ളത് V² × T/R. അങ്ങനെ താപം കണക്കാക്കാൻ പ്രധാനമായിട്ടും 3 ഇക്വേഷൻസ് ആണ് വേണ്ടത്. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൽ പറയുന്നത് കൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ? 3 ഇക്വേഷൻസ്, ജൂൾ ഹീറ്റിംഗ് ഓർ ഒമിക് ഹീറ്റിംഗ്, ജൂൾസ് ലോ. ഇനി നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ നിങ്ങൾ പൂരിപ്പിക്കണം.
അതായത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ കണ്ടെത്തിയ കാര്യം എന്താ? ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ആ കണ്ടക്ടറിൽ ഒരു ഹീറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഏതൊക്കെ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും? ദ എമൗണ്ട് ഓഫ് കറണ്ട്, റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, time required for electricity passing through the conductor. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, ടേബിൾ 1.2. അത് നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പം ഈ ഇക്വേഷനിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ഹീറ്റിനെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? 6 ഇരട്ടിയാൽ ഹീറ്റും ഇരട്ടിയാകും. നമുക്ക് നോക്കാം ആ ഇക്വേഷനിലൊന്ന് കൊടുത്തുകൊണ്ട്. when R is equal to 2R, what will be the heat? H equal to I square into 2R into T equal to 2 I square RT. that means 2 മടങ്ങാകും. ഹീറ്റ് 2 മടങ്ങാകും 6 ഇരട്ടിച്ചാൽ. അതേപോലെ ടൈം ഇരട്ടിച്ചാലോ? H is equal to I square into R into 2T. that means 2 I square RT. സമയം ഇരട്ടിച്ചാലും ഹീറ്റ് താപം 2 മടങ്ങാകും. എങ്കിൽ I ഇരട്ടിച്ചാൽ ഇതിനെങ്ങനെ മാറ്റം ഉണ്ടാവും? I സമം 2I. I സ്ക്വയർ ആണ്. അപ്പോൾ H സമം 2I the whole square into R into T. അപ്പോൾ അതെങ്ങനെ മാറ്റം വരും? 2I സ്ക്വയർ എത്രയാണ്? 4I സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു T. അപ്പോൾ I ഇരട്ടിച്ചപ്പോൾ ഹീറ്റ് 4 മടങ്ങ് കൂടി. R ഇരട്ടിച്ചാൽ 2 മടങ്ങേ കൂടൂ, T ഇരട്ടിച്ചാലും 2 മടങ്ങേ കൂടൂ. അപ്പോൾ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന താപത്തിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ സ്വാധീനം താപത്തെ ആശ്രയിക്കുന്നതിൽ വലിയ ഘടകം ഏതാണ്? ഇമ്പോർട്ടൻ്റ് ഘടകം കറണ്ടാണ്. അത് എപ്പോഴും ഓർത്ത് വെക്കുക. കറണ്ടാണ് താപത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഓരോ ഘടകങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളത് അതും കൂടെ നമുക്ക് കണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്കിതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നിർദ്ധാരണം ചെയ്യാം, പ്രശ്ന നിർദ്ധാരണം. ഓക്കെ, താങ്ക് യു. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം. വൈദ്യുതി പ്രവാഹം ഉളവാക്കുന്ന മറ്റൊരു ഫലമാണ് താപം. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലത്തെയും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയും കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കിയാലോ? ഒരു സർക്യൂട്ടിന്റെ ചിത്രം നോക്കൂ. ഈ സർക്യൂട്ടിലെ എ, ബി എന്നീ 2 ബീക്കറുകളിലും 100 മില്ലി വീതം ജലമുണ്ട്. ബീക്കർ എയിലെ PQ നിക്രോം കമ്പിയാണ്. ബീക്കർ ബിയിലെ RS കോപ്പർ കമ്പിയും. 2 ബീക്കറിലും ഓരോ തെർമോമീറ്റർ വീതമുണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുന്നു. 3-4 മിനിറ്റുകൾക്ക് ശേഷം 2 ബീക്കറുകളിലെയും ജലത്തിന്റെ താപനില അളന്നാൽ നിക്രോം കമ്പിയുള്ള ബീക്കറിലെ ജലം കൂടുതൽ ചൂടായതായി കാണാം. അതായത് RS എന്ന കോപ്പർ കമ്പി ചൂടായതിനേക്കാൾ കൂടുതൽ PQ എന്ന നിക്രോം കമ്പി ചൂടായി, അല്ലേ? 2 കമ്പിയിലൂടെയും ഒരേ കറണ്ടാണ് പ്രവഹിച്ചത്. വ്യത്യസ്ത പ്രതിരോധമുള്ള ചാലകങ്ങളിൽ കൂടി ഒരേ കറണ്ട് പ്രവഹിച്ചാൽ പ്രതിരോധം കൂടിയ ചാലകം കൂടുതൽ ചൂടാകും. അതായത് വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന താപത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് പ്രതിരോധം. H അനുപാതം R എന്ന് സൂചിപ്പിക്കാം. ഇനി 2 ബീക്കറിലും 30 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 100 മില്ലി വീതം ജലമൊഴിക്കാം. ഇത്തവണ കറണ്ട് 2 ആംപിയർ ആകുന്നു.
ഇനി 3 മിനിറ്റ് തന്നെ സർക്യൂട്ട് ഓണാക്കി വയ്ക്കാം. ഇതാ, നിക്രോം കമ്പിയുള്ള ബീക്കറിലെ ജലം നേരത്തെ 3 മിനിറ്റ് കൊണ്ട് 36 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നുവെങ്കിൽ ഇത്തവണ 30 ഡിഗ്രിയിൽ നിന്ന് 40 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നിരിക്കുന്നു. അതായത് സർക്യൂട്ടിൽ കറണ്ടിന്റെ തീവ്രത കൂടിയപ്പോൾ താപവും കൂടി, അല്ലേ? അപ്പോൾ വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന താപത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് കറണ്ട്, ഐ. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അഥവാ കറണ്ടിന്റെ വർഗത്തിന് ആനുപാതികമായിരിക്കും ഉളവാകുന്ന താപം. ഇതിനെ H അനുപാതം I² എന്ന് സൂചിപ്പിക്കാം. ഇനി ഇതേ സർക്യൂട്ടിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുന്ന സമയം കൂട്ടുമ്പോഴോ? ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞുള്ള റീഡിംഗ് നോക്കാം. നിക്രോം ഉള്ള ബീക്കറിലെ ജലത്തിന്റെ താപനില 44 ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നു, അല്ലേ? കോപ്പർ കമ്പിയുള്ള ബീക്കറിലോ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. വൈദ്യുതി പ്രവഹിക്കുന്ന സമയം കൂടുമ്പോൾ താപനിലയും കൂടിയെന്നല്ലേ ഇത് തെളിയിക്കുന്നത്? അതായത് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് സമയം അഥവാ H അനുപാതം T. ഈ ആശയങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച നിയമമാണ് ജൂൾ നിയമം എന്നറിയപ്പെടുന്നത്. ജൂൾ നിയമം അനുസരിച്ച് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. അതായത് H I² RT. ഇവിടെ I എന്നത് ആംപെയർ യൂണിറ്റിലുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയാണ്. R ഓം യൂണിറ്റിലുള്ള പ്രതിരോധവും T സെക്കൻഡിലുള്ള സമയവുമാണ്. ഈ സമവാക്യം ഉപയോഗിച്ച് മറ്റു ചില ബന്ധങ്ങളും നമുക്ക് രൂപീകരിക്കാം. ഓം നിയമം അനുസരിച്ച് വോൾട്ട് എന്നാൽ ആംപെയർ ഗുണം പ്രതിരോധം ആണല്ലോ. അതായത് V I ഗുണം R. അങ്ങനെയെങ്കിൽ R V ഭാഗം I, I V ഭാഗം R. H I² RT എന്ന സമവാക്യത്തിൽ Iക്കു പകരം V ഭാഗം R നൽകുമ്പോൾ H V ഭാഗം R ഗുണം V ഭാഗം R ഗുണം RT V² RT ഭാഗം R². H V² T ഭാഗം R. ഒരു സർക്യൂട്ടിലെ കറണ്ടിന്റെ അളവ് ഇരട്ടിയാക്കിയാലോ? അപ്പോൾ സമവാക്യമനുസരിച്ച് H 2I² ഗുണം RT 4I² RT. അതായത് കറണ്ട് ഇരട്ടിയാക്കിയാൽ താപം 4 മടങ്ങാകും. അതുപോലെ സർക്യൂട്ടിലെ പ്രതിരോധം ഇരട്ടിയാക്കി നോക്കാം. അപ്പോൾ H I² RT ഭാഗം 2. അപ്പോൾ പ്രതിരോധം ഇരട്ടിച്ചാൽ താപം പകുതിയാകും. വൈദ്യുതി പ്രവാഹത്തിന്റെ താപഫലത്തെ ഉപയോഗപ്പെടുത്തുന്ന പലതരം ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇലക്ട്രിക് ഹീറ്റർ, സോൾഡറിംഗ് അയൺ, വാട്ടർ ഹീറ്റർ തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. ഇവയിലെല്ലാം താപം ഉൽപ്പാദിപ്പിക്കുന്ന ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം ഉപയോഗിച്ചാണ്. നിക്കൽ, ക്രോമിയം, അയൺ, മാംഗനീസ് എന്നീ ലോഹങ്ങളുടെ സങ്കരമാണ് നിക്രോം. നിക്രോമിന് പല മേന്മകളുണ്ട്. അതിന് ഉയർന്ന റെസിസ്റ്റിവിറ്റി അഥവാ പ്രതിരോധശേഷിയുണ്ട്. ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് അഥവാ ദ്രവണാങ്കമുണ്ട്. ചുട്ടുപഴുത്ത അവസ്ഥയിൽ വായുവുമായി സമ്പർക്കത്തിൽ വന്നാലും ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാൻ കഴിവുണ്ട്.